വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ സെക്ഷൻ 49 പേയ്മെൻറ്റ് ഓഫ് ടാക്സുകളെ കുറിച്ചാണ് പറഞ്ഞത്. ആ പ്രോബ്ലംസ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ആ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇനി പേയ്മെൻറ്റ് ഓഫ് ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് മീൻസ് പ്രോബ്ലം ഏരിയാസിനകത്ത് ഏറ്റവും കൂടുതൽ കയറി വരുന്നത് ഈ പറയുന്ന പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ടാണ്. സോ അതിൻ്റെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പേയ്മെൻറ്റ് ഓഫ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. കൂടാതെ ഇൻട്രസ്റ്റ് റീഫണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെയാണ് നമുക്ക് പേയ്മെൻറ്റ് ഓഫ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ? സോ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. നമ്മൾ സെക്ഷൻ 49(5) വരെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ദ നെക്സ്റ്റ് വൺ 49(6) of CGST Act 2017, the balance in electronic cash ledger or electronic credit ledger after the payment of tax, interest, penalty, fee or any other amount payable under this act or the rules made thereunder may be refunded in accordance with the provision of section 54. അതായത് നമ്മുടെ അക്കൗണ്ടിനകത്ത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിനകത്തോ ക്രെഡിറ്റ് ലെഡ്ജറിനകത്തോ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ടാക്സും ഇൻട്രസ്റ്റും പെനാൽറ്റിയും എല്ലാം പേ ചെയ്തതിന് ശേഷം ബാലൻസ് എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഓക്കെ നമുക്കത് റീഫണ്ട് ചെയ്യും. മനസ്സിലായോ? ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 54. സോ സെക്ഷൻ 54-നകത്താണ് റീഫണ്ടുകളെ കുറിച്ച് പഠിക്കണേ. നമുക്ക് ഡിസ്കസ് ചെയ്യാം. മനസ്സിലായല്ലോ? സോ ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിനകത്തോ അല്ലെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിനകത്തോ ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് എന്തെങ്കിലും പെൻഡിങ് കിടപ്പുന്നുണ്ടെങ്കിൽ സെക്ഷൻ 54 പ്രകാരം നിങ്ങൾക്ക് അത് റീഫണ്ടിന് യോജ്യമാണ്. നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. And the next one, section 49(7) of CGST Act 2017, all liabilities of the taxable person under this act shall be recorded and maintained in an electronic liability ledger in such manner as may be prescribed. That means ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് ലയബിലിറ്റി ആണ് ഉണ്ടായിരിക്കണം എന്ന് വിചാരിക്കുക. മനസ്സിലായോ? സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അതായത് റീഫണ്ട് എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്താ, നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ട് നമ്മുടെ കയ്യിൽ കൂടുതൽ ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിലാണോ നമുക്ക് റീഫണ്ട് എന്ന് പറയണേ. അങ്ങനെ അല്ലാത്തൊരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ദാറ്റ് മീൻസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും വീണ്ടും ലയബിലിറ്റി ഉണ്ട്, നമുക്ക് പേ ചെയ്യണം. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അതിനെ നമ്മൾ ഏതിലോട്ട് മാറ്റും? ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിനകത്തോട്ട് മാറ്റും. ആസ് മേ ബി പ്രിസ്ക്രൈബ്. ആ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിനനുസരിച്ച് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിനകത്തോട്ട് മാറ്റും. മനസ്സിലായോ? ഓക്കെ, ആദ്യത്തെ കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള എമൗണ്ട് ആണ്. സെക്ഷൻ 54 പ്രകാരം നമുക്ക് അത് റീഫണ്ട് ആയിട്ട് കിട്ടും. സെക്കൻഡ് വണ്ണിനകത്ത് നമ്മളോട് പറഞ്ഞത് നമ്മൾ വീണ്ടും അങ്ങോട്ട് പേ ചെയ്യാനുള്ളതാണ്, ലയബിലിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഏത് അക്കൗണ്ടിലോട്ട് മാറ്റും? ലയബിലിറ്റി അക്കൗണ്ടിലോട്ട് മാറ്റും. ആൻഡ് as per section 49(8) of CGST Act, every taxable person shall discharge his tax and other dues under this act or the rules made thereunder with the following orders. സപ്പോസ് നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാനുണ്ട്, ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അവർ ഡിമാൻഡ് ചെയ്തിരിക്കുന്ന വേറൊരു എമൗണ്ട് അടയ്ക്കാനുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സോ നമ്മൾ ഇതിന് ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ഓർഡറിനകത്താണ് നമ്മൾ ഇത് പേ ചെയ്യേണ്ടത്? മനസ്സിലായോ? ടാക്സ് ഡ്യൂ ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, പെനാൽറ്റി ഉണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ ഉണ്ട്, അതിന് മുമ്പത്തെ വർഷത്തെ ഉണ്ട്, ഈ വർഷത്തെ പെനാൽറ്റി ആയിട്ട് കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഈ വർഷത്തെ പെൻഡിങ് കിടപ്പുണ്ട്. കൂടാതെ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഡിമാൻഡ് നോട്ടീസ് അയച്ചിട്ടുണ്ട്, നിങ്ങൾ ഇത്രയും രൂപയും കൂടെ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. സോ ഇതിനകത്ത് നമ്മൾ പേ ചെയ്യുമ്പോൾ ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ലെഡ്ജറിനകത്തുനിന്നോ ക്രെഡിറ്റ് ലെഡ്ജറിനകത്തുനിന്നോ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഏത് ഓർഡറിനകത്താണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് നോക്കണേ. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് നോക്കി, ദ ഫസ്റ്റ് സെൽഫ് അക്സസ്ഡ് ടാക്സ് ആൻഡ് അതർ ഡ്യൂസ് റിലേറ്റഡ് ടു റിട്ടേൺസ് ഓഫ് ദ പ്രീവിയസ് ടാക്സ് പീരീഡ്. ദാറ്റ് മീൻസ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്ന നേരത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ ഏതെങ്കിലും റിട്ടേൺസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി നിങ്ങൾ പേ ചെയ്യാനുണ്ടെങ്കിൽ അത് വേണം ആദ്യം ട്രീറ്റ് ചെയ്യാൻ. And the second one, self-assessed tax and other dues related to the return of the current tax period. അതായത് ആദ്യം കഴിഞ്ഞ വർഷത്തെ കൊടുത്തു തീർക്കണം, എന്നതിന് ശേഷം മാത്രമേ ഈ വർഷത്തെ ട്രീറ്റ്മെന്റിലോട്ട് വരുള്ളൂ. ആൻഡ് ദ തേർഡ് വൺ, എനി അതർ എമൗണ്ട് പേയബിൾ അണ്ടർ ദിസ് ആക്ട് ഓർ ദ റൂൾസ് മെയ്ഡ് thereafter ഇൻക്ലൂഡിംഗ് ദ ഡിമാൻഡ് ഡിറ്റർമൈൻഡ് അണ്ടർ സെക്ഷൻ 73 or 74. മനസ്സിലായോ? സോ ചുരുക്കം പറഞ്ഞാൽ ആദ്യം കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്തു തീർക്കാനുള്ളത് അഡ്ജസ്റ്റ് ചെയ്യണം, അതിനുശേഷം മാത്രമേ കറണ്ട് ഇയറിൽ അഡ്ജസ്റ്റ് ചെയ്യാവൂ. അത് കഴിഞ്ഞ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഡിമാൻഡ് നോട്ടീസിന്റെ മുകളിൽ നമുക്ക് ഏതെങ്കിലും എമൗണ്ട് അടയ്ക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എമൗണ്ട് ഡ്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതും കൂടെ അങ്ങ് പേ ചെയ്യണം. മനസ്സിലായി? നിങ്ങൾ ആ ഓർഡർ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഒരു പ്രോബ്ലമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടേ, കണ്ടോ? നോക്കി, ദ ടാക്സ് ലയബിലിറ്റി ഓഫ് ദ CGST, SGST, UTGST, IGST ഫോർ ദ സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിംഗ് ഓഗസ്റ്റ് 2017 1,00,000 രൂപ അടയ്ക്കാനുണ്ട്. ഇൻട്രസ്റ്റ്, പെനാൽറ്റി ആൻഡ് ഡിലേഡ് പേയ്മെന്റ് ഈ ഓഗസ്റ്റിലെ തന്നെ 20,000 രൂപ പെനാൽറ്റി ആയിട്ട് അടയ്ക്കാനുണ്ട്. ഇനി സെപ്റ്റംബറിൽ നോക്കി, അടുത്ത പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബറിൽ 1,20,000 രൂപ പേ ചെയ്യാനുണ്ട്. കൂടാതെ 20,000 രൂപ അതിന്റെ പെനാൽറ്റി ആയിട്ട് പേ ചെയ്യാനുണ്ട്. മനസ്സിലായി? സോ ആദ്യം ഏതാ പ്രീവിയസ് പീരീഡിൽ അടയ്ക്കണം. ദാറ്റ് മീൻസ് ഓഗസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? സെപ്റ്റംബറിൽ അഡ്ജസ്റ്റ് ചെയ്യാവൂ. അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഡിമാൻഡ് റൈസ്ഡ്
ഓക്കെ, ഒരു 8 lakh പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡിമാൻഡ് റേസ്ഡ് ആസ് പെർ ദ ഓൾഡ് പ്രൊവിഷൻ ഓഫ് ദി ഇൻഡയറക്ട് ടാക്സ് ഒരു 1 lakh rupees കൂടെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? സോ പ്രയോറിറ്റി എങ്ങനെയായിരുന്നു? ആദ്യം കഴിഞ്ഞ ടേമിലെ അല്ലേ, കഴിഞ്ഞ മാസത്തെ GST അടക്കാൻ പേയ്മെന്റ് അടക്കം പെൻഡിങ് ഉണ്ടെങ്കിൽ അത് പേ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം നമുക്ക് ഈ വർഷത്തെ ചെയ്യാം. അതിനുശേഷം മാത്രമേ വേറെ ഏതെങ്കിലും എമൗണ്ട് നമുക്ക് പേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി നോക്കി, എക്സ് ലിമിറ്റഡ് ഹാസ് 5 lakh ഇൻ ഇലക്ട്രോണിക് ക്യാഷ് ലെജർ. നമ്മുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെജറിനകത്ത് എത്ര രൂപ പെൻഡിങ് കിടപ്പുണ്ട്? 5 ലക്ഷം രൂപ പെൻഡിങ് കിടപ്പുണ്ട്. സോ നോക്കി, ഈ 5 ലക്ഷം രൂപ നമ്മൾ എടുത്തു, ബാലൻസ് അവൈലബിൾ ഇൻ ഇലക്ട്രോണിക് ക്യാഷ് ലെജർ. എന്നിട്ട് എന്ത് ചെയ്യാം? ടാക്സ് ലയബിലിറ്റി ഓഫ് ദ CGST, IGST ഓഫ് ദ സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിംഗ് 2017, ഓഗസ്റ്റ് 2017. മനസ്സിലായി? അതായത് ഓഗസ്റ്റിലെ 1 ലക്ഷം രൂപ നമ്മൾ കൊടുത്തു തീർത്തു. ഓക്കെ, ക്യാഷ് ലെജറിനകത്ത് എത്ര രൂപ ബാലൻസ് കിടപ്പുണ്ട്? 5 ലക്ഷം രൂപ ബാലൻസ് കിടപ്പുണ്ട്. സോ 1 ലക്ഷം രൂപ അത് കൊടുത്തു തീർത്തു. അത് കൂടാതെ ഇൻട്രസ്റ്റ് പെനാൾട്ടി, ഓഗസ്റ്റിലെ പെനാൾട്ടിയും ഇൻട്രസ്റ്റും കാര്യങ്ങളും കൊടുത്തു തീർത്തു. അത് കഴിഞ്ഞിട്ടാണ് സെപ്റ്റംബറിൽ 1,20,000 രൂപ മൈനസ് ചെയ്യണേ. പിന്നെയാണ് സെപ്റ്റംബറിൽ 20,000 രൂപ പെനാൾട്ടി ആയിട്ട് വരുന്ന 20,000 രൂപ കൂടെ മൈനസ് ചെയ്യണേ. സോ ഇത്രയും മൈനസ് ചെയ്ത സമയത്ത് മൊത്തം 5 ലക്ഷം രൂപയേ ഉള്ളൂ. നോക്കി, 1 ലക്ഷം, 2,20,000, 2,40,000, 2,60,000. മനസ്സിലായി? ടോട്ടൽ 5 ലക്ഷം രൂപയായിരുന്നു അല്ലേ? ആ 5 ലക്ഷത്തിനകത്ത് 2,60,000 രൂപ അഡ്ജസ്റ്റ് ചെയ്തു. ബാലൻസ് 2,40,000 രൂപയും കൂടെ പെൻഡിങ് ആണ്. സോ അത് നമുക്ക് ഏതിനകത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ആ ഡിമാൻഡ് നോട്ടീസിന് 8 ലക്ഷം രൂപ സംതിങ് എത്ര ഡിമാൻഡ് നോട്ടീസ് പ്രകാരം പെൻഡിങ് കിടപ്പുണ്ട്, ആ എമൗണ്ടിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. മനസ്സിലായി? സോ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അതിന്റെ ഓർഡറാണ്. ഏത് ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യാൻ പോണേ ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. എന്തായിരുന്നു? ഏത് ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ്? ആദ്യം പ്രീവിയസ് ഇയറിനകത്തുള്ള ടാക്സോ ഡ്യൂസോ പെനാൽറ്റീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പേ ചെയ്യണം. അതിനുശേഷം മാത്രമേ കറണ്ട് ഇയറിലെ പേ ചെയ്യാവൂ. എന്നതിന് ശേഷം മാത്രമേ ബാലൻസ് എന്തെങ്കിലും എമൗണ്ട് പേ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാവൂ. മനസ്സിലായി? നോക്കാം. ഓക്കെ, സെക്ഷൻ 49A ആൻഡ് 49B ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയൊരു ടോപ്പിക്കാണ്, എളുപ്പമാണ്. That means, notwithstanding anything contained in section 49, the input tax credit on account of central tax, state tax, union territory tax shall be utilized towards the payment of integrated tax, central tax, state tax or union territory tax. Okay, as the case may be, only after the input tax credit available on account of integrated tax has been utilized fully towards such payment. Okay, നമ്മൾ പറഞ്ഞായിരുന്നു, ആ ഓർഡർ പറഞ്ഞായിരുന്നു അല്ലേ? Okay, so the input tax credit on account of central tax, state tax, union territory tax. അതായത് CGST പ്രകാരമോ SGST പ്രകാരമോ അല്ലെങ്കിൽ UTGST പ്രകാരമോ എന്തുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. യൂട്ടിലൈസ്ഡ് ടുവേഴ്സ് ദ പേയ്മെന്റ് ഓഫ് ഇന്റഗ്രേറ്റഡ് ടാക്സ്. Okay, central tax, state tax or union territory tax as the case may be, only after input tax credit available on account of integrated tax has first been utilized fully towards such a payment. മനസ്സിലായി? ആദ്യം ഏത് യൂസ് ചെയ്യണം? ഇന്റഗ്രേറ്റഡ് ടാക്സ് എന്ന് പറയുന്നത്, IGST എന്ന് പറയുന്നതിന്റെ പേയ്മെന്റ് നടത്തിയതിന് ശേഷം മാത്രമേ ബാക്കി നമുക്ക് യൂസ് ചെയ്യാവൂ. കേട്ടോ, നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മളൊരു ഇത് പറഞ്ഞായിരുന്നു അല്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ പറഞ്ഞായിരുന്നു. ആദ്യം ഏത് ചെയ്യണം, പിന്നെ ഏത് ചെയ്യണം എന്നെല്ലാം പറഞ്ഞായിരുന്നു. Okay, and the second one, notwithstanding anything contained in this chapter and subject to the provision of clause E and clause F of section 5, subsection 5, 14, section 49. ഓർമ്മയുണ്ടോ? സെക്ഷൻ 49 സബ്സെക്ഷൻ 5 ക്ലോസ് ഇ ആൻഡ് ക്ലോസ് എഫ് പ്രകാരം നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഈ പറഞ്ഞ CGSTയും SGSTയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലബ് ചെയ്യാൻ പാടില്ല അല്ലെ? അല്ലെങ്കിൽ നേരെ റിവേഴ്സ്, SGSTയുടെ ക്രെഡിറ്റ് എടുത്തിട്ട് CGSTയും ചെയ്യാൻ പാടില്ല, CGSTയുടെ ക്രെഡിറ്റ് എടുത്തിട്ട് SGSTയും ചെയ്യാൻ പാടില്ല. അതാണ് ക്ലോസ് ഇക്കകത്തും ക്ലോസ് എഫിനകത്തും പറഞ്ഞിരിക്കുന്നത്. The government may, on the recommendation of the council, prescribe the order and manner of the utilization of input tax credit on account of integrated tax, central tax, state tax and union territory tax as the case may be towards the payment of such a tax. Okay, അതായത് ആ പറഞ്ഞിരിക്കുന്ന ക്ലോസുകളിൽ പറഞ്ഞതാണെങ്കിലും ആർക്ക് റെക്കമെൻഡ് ചെയ്യാം? ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ, ഗവൺമെന്റിന് തീരുമാനിക്കാം. ഏത് ഓർഡറിനകത്ത് അത് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആർക്ക് തീരുമാനിക്കാം? ഗവൺമെന്റിന് തീരുമാനിക്കാം. ദാറ്റ് മീൻസ് സെക്ഷൻ 45 സബ്സെക്ഷൻ 5 ക്ലോസ് ഇ ക്ലോസ് എഫ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പറഞ്ഞ CGSTയോ SGSTയോ അങ്ങോട്ടും കൂടെ ക്രെഡിറ്റോ കാര്യങ്ങളൊന്നും ക്ലെയിം ചെയ്യാൻ പാടില്ല. പക്ഷേ GST കൗൺസിലിന്റെ റെക്കമെൻഡേഷനോട് കൂടി സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ അതിനകത്ത് ഒരു പ്രിസ്ക്രൈബ്ഡ് മാനർ തിരഞ്ഞെടുക്കാം. ഓക്കെ, നോക്കാം.
As per section 4910 of the CGST Act 2019, a registered person may on the common portal transfer any amount of tax, interest, penalty, fee or any other amount available in the electronic cash ledger under this act to the electronic cash ledger of integrated tax, central tax, state tax, union territory tax or cess in such a form and manner subject to the condition and restrictions as may be prescribed, and such a transfer shall be deemed to be refund from the electronic cash ledger under this act. അതായത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ പ്രകാരം നമ്മുടെ കയ്യിൽ എമൗണ്ട് കിടപ്പുണ്ടായിരുന്നു, മനസ്സിലായി? ഈ എമൗണ്ട് എടുത്തിട്ട് നമ്മൾ വേറെ എമൗണ്ട് അല്ലെങ്കിൽ വേറെ ഈ CGSTക്കോ SGSTക്കോ IGSTക്കോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന എമൗണ്ടിനെ റീഫണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യും, മനസ്സിലായി? അതായത് IGST പേ ചെയ്യാൻ വേണ്ടിയിട്ട് IGSTയുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിനകത്ത് ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു. ആ എമൗണ്ട് എടുത്തിട്ട് നിങ്ങൾ SGST പേ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ IGSTയിൽ നിന്ന് പോയിരിക്കുന്ന എമൗണ്ടിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? റീഫണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഏതിനകത്ത്? IGSTക്കകത്ത് അതിനെ റീഫണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അടുത്തത് Section 49 subsection 11 of CGST Act 2019, where any amount has been transferred to the electronic cash ledger under this act, the same shall be deemed to be deposited in the said ledger. മനസ്സിലായി? അതായത് ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലോട്ടാണ് പോകുന്നതെങ്കിൽ ഈ പോയ അക്കൗണ്ടിൽ അതിനെ റീഫണ്ട് ആയിട്ടും ഈ വന്ന അക്കൗണ്ടിനെ അതിനെ എന്തായിട്ടും ട്രീറ്റ് ചെയ്യും? ഡെപ്പോസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ എല്ലാത്തിനകത്തും നമ്മൾ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുകളെ കുറിച്ചാണ് പറയുന്നത്, മനസ്സിലായോ? നോക്കാം, ഒരു പ്രോബ്ലം കൂടെ പറഞ്ഞിട്ടുണ്ട്. മിസ് നിത്യ ഹാസ് ദ ഫോളോയിങ് ബാലൻസ് ഇൻ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിനകത്ത് ഇത്രയും ബാലൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, മേജർ ഹെഡ്സ് CGST എന്ന് പറയുന്ന ഹെഡിനകത്ത് ടാക്സ് ആയിട്ട് 40,000, ഇൻട്രസ്റ്റ് 1000, പെനാൽറ്റി 800 പേ ചെയ്യാനുണ്ടായിരുന്നു. SGSTക്ക് എത്രയുണ്ടെന്ന് നോക്കി, ടാക്സ് 80,000, ഇൻട്രസ്റ്റ് 400, പെനാൽറ്റി 1,200, ഫീസ് 2,000. ആൻഡ് ദ ലാസ്റ്റ് വൺ IGSTക്ക് ടാക്സ് 45,000 ഉണ്ട്, ഇൻട്രസ്റ്റ് 200 ഉണ്ട്, പെനാൽറ്റി ഇല്ല. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? ഹെർ ടാക്സ് ലയബിലിറ്റി ഫോർ ദ മന്ത് ഓഫ് ഫെബ്രുവരിയിലെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് CGST ആൻഡ് SGST 75,000 ഈച്ച്. ഓക്കെ, ആൻഡ് ഹി ഫെയിൽഡ് ടു പേ ദ ടാക്സ് ആൻഡ് കോൺടാക്റ്റഡ് യു ആസ് എ ലീഗൽ അഡ്വൈസർ ഓൺ 12 April 2018 to advise her as how much the amount of tax or interest he is required to pay. മനസ്സിലായി? അതായത് ഈ തന്നിരിക്കുന്ന ഡീറ്റെയിലിന്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്കാരി എത്ര രൂപയാണ് പേ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എമൗണ്ടുകളൊന്നും ഓർത്തിരുന്നേ, CGSTയും SGST ആയിട്ട് 40,000 80,000 ആണോ? ഇപ്പൊ നമുക്ക് എത്ര പേ ചെയ്യാനുള്ളത്? ടാക്സ് ലൈബിലിറ്റി എത്രയൊക്കെയാ? 75,000 വെച്ചിട്ട് ടാക്സ് ലൈബിലിറ്റി ഉണ്ട്. ഏതിനകത്ത്? CGSTക്കകത്തും SGSTക്കകത്തും ടാക്സ് ലൈബിലിറ്റി കിടപ്പുണ്ട്. ഇനി പറഞ്ഞ എന്താ? IGST ആയിട്ട് ടാക്സ് എത്ര കിടപ്പുണ്ട്? 45,000 റുപ്പീസ് കിടപ്പുണ്ട്. നമുക്ക് നോക്കാം. നോക്കി, ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റി CGST 75,000, SGST 75,000, ഇൻട്രസ്റ്റ് വരും. ഓക്കെ, ഇത് എങ്ങനെയാണ് 18% ഇൻട്രസ്റ്റ് വരുന്നത് എന്ന് നമുക്ക് അടുത്ത വീഡിയോക്കകത്ത് പഠിക്കാം. അടുത്ത വീഡിയോക്കകത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റും റീഫണ്ടിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സോ നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ടത്, നമുക്കിവിടെ 31 ഡേയ്സിന്റെ ഡിലേ വരും. സോ ആ 31 ഡേയ്സിന്റെ ഡിലേ അല്ലേ, അതായത് കൃത്യമായിട്ട് അടയ്ക്കേണ്ട സമയത്ത് നമ്മൾ അത് പേ ചെയ്തിട്ടില്ല. ആ പേ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് 18% ഇൻട്രസ്റ്റ് വരും. അങ്ങനെ നോക്കി, 1,147 രൂപ ഇവിടെയും 1,147 രൂപ ഇവിടെയും എന്തായിട്ട് നമുക്ക് കയറി വരും? ഇൻട്രസ്റ്റ് ആയിട്ട് കയറി വരും. മനസ്സിലായി? കാരണം അവർ അടച്ചിരിക്കുന്ന ഡേറ്റ് നോക്കി, ഇതുണ്ടോ? 12/4/2018 അടച്ചിരിക്കണേ. ഓക്കെ, സോ നോക്കി, ലൈബിലിറ്റി ഏത് മാസത്തെയാ? ഫെബ്രുവരിയിലാണ്. സോ ഫെബ്രുവരിയിലെ ലൈബിലിറ്റി നമ്മൾ മാർച്ചിൽ അടക്കണം അല്ലേ? അടുത്ത മന്തിൽ അടക്കണം. പക്ഷെ ഇവിടെ മാർച്ചിലല്ല അടച്ചിരിക്കണേ, ഏപ്രിലാണ് അടച്ചിരിക്കണേ. അതുകൊണ്ട് അവിടെ തീർച്ചയായിട്ടും നമുക്ക് അടയ്ക്കണം? അടയ്ക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റും കൂടെ അടയ്ക്കണം. അത് എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പം നിങ്ങൾ ചുമ്മാ ആ ഇൻട്രസ്റ്റിനെ കുറിച്ച് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ലെസ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിനകത്ത് എത്രയൊക്കെ കിടപ്പുണ്ട്? നമ്മുടെ പ്രോബ്ലത്തിനകത്ത് തന്നിട്ടുണ്ട്. CGST ആയിട്ട് 40,000, SGST ആയിട്ട് 80,000, ഇൻട്രസ്റ്റ് 1000, ഇൻട്രസ്റ്റ് 400 കിടപ്പുണ്ട്. സോ അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്ത് ട്രാൻസ്ഫർ ഫ്രം ഈ ക്യാഷ് ലെഡ്ജർ ഓഫ് IGST മേജർ ഹെഡ് എത്ര വരും? 35,000 വരും. കാരണം നോക്കി, IGSTയുടെ ബാലൻസ് ആയിട്ട് എത്ര കിടപ്പുണ്ട്? 45,000 റുപ്പീസ് IGSTയുടെ ബാലൻസ് ആയിട്ട് കിടപ്പുണ്ട്. നോക്കാം, ഇതുണ്ടോ? CGSTയുടെ ബാലൻസ് ആയിട്ട് 40,000 കിടപ്പുണ്ട്, SGSTയുടെ ബാലൻസ് ആയിട്ട് 80,000 കിടപ്പുണ്ട്, IGSTയുടെ ബാലൻസ് ആയിട്ട് 45,000 കിടപ്പുണ്ട്. ഇനി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നോക്കി, ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റി 45,000.
75,000 40,000 അഡ്ജസ്റ്റ് ചെയ്തു, ഇനി 35,000 കൂടെ അടയ്ക്കണം. ഇവിടെ അങ്ങനെയല്ല, ST/STക്ക് 75,000 റുപ്പീസ് ലൈബിലിറ്റി ഉള്ളൂ, പക്ഷേ 80,000 റുപ്പീസ് അക്കൗണ്ടിനകത്ത് കിടപ്പുണ്ട്. സോ ബാലൻസ് 5,000 മാത്രമേ വരുള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം അല്ലേ. ക്യാഷ് ലെഡ്ജറിനകത്ത് ബാലൻസ് കിടക്കുന്നതാണ്, ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 147 രൂപ നമുക്ക് പേ ചെയ്യേണ്ടി വരും, ഇവിടെ 747 രൂപ പേ ചെയ്യേണ്ടി വരും. പക്ഷേ IGSTയുടെ ബാലൻസിനകത്ത് എത്ര കിടപ്പുണ്ട്, 45,000 രൂപ IGSTയുടെ ബാലൻസ് ആയിട്ട് കിടപ്പുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ IGSTയുടെ ബാലൻസ് എടുത്തിട്ട് ഇത് കണ്ടോ, CGSTക്ക് അടയ്ക്കാനുള്ള 35,000 റുപ്പീസ് നോക്കാം. ഈ പറഞ്ഞ ഇൻട്രസ്റ്റിന്റെ പെൻഡിങ് വരുന്ന 147 747 രൂപയും പേ ചെയ്യാം. ഇനി IGSTയുടെ ഇനി ബാലൻസ് എത്രയേ ഉള്ളൂ ഓക്കെ, 45,000 റുപ്പീസ് ബാലൻസ് ഉണ്ടായിരുന്നു, 35,000ഉം 147ഉം 747ഉം നമുക്ക് മൈനസ് ചെയ്യാം. ബാലൻസ് 9,106 റുപ്പീസ് ഏതിനകത്ത് ബാലൻസ് വരും, IGSTക്കകത്ത് ബാലൻസ് വരും, അത് ക്യാരി ഫോർവേഡ് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ദാറ്റ് മീൻസ് നമുക്ക് IGSTയുടെ ബാലൻസ് അല്ലെങ്കിൽ IGSTയുടെ ക്യാഷ് ലെഡ്ജറിനകത്തുള്ള ബാലൻസ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്നത് പോലെ CGSTക്കകത്തും SGSTക്കകത്തുള്ള പേയ്മെന്റുകൾ ചെയ്യാം. ഒറ്റ കാര്യമുള്ളൂ, അങ്ങനെ പേയ്മെന്റ് നടക്കുന്ന സമയത്ത് IGSTയുടെ അക്കൗണ്ടിനകത്ത് അതിന് റീഫണ്ട് ആയിട്ടും ഈ പറയുന്ന SGSTയുടെയോ അല്ലെങ്കിൽ ഏതിലോട്ടാണോ അത് വരുന്നത് അതിന്റെ ഡെപ്പോസിറ്റ് ആയിട്ടും ട്രീറ്റ് ചെയ്യും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ കാണാം. നമുക്ക് അടുത്ത വീഡിയോക്കകത്ത് ഇതിന്റെ ഇൻട്രസ്റ്റും റീഫണ്ടും എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ബൈ.